അതുപോലെ പൂർണ്ണമായിട്ടും മക്കളെ വിശ്വസിക്കാനും പാടില്ല. വിശ്വസിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ മുഴുവൻ സമയം അവര് നമ്മളുടെ കൂടെ ഇല്ല. ഇവര് ഇടപഴകുന്ന ആളുകളും കൂട്ടുകാരും ആ വഴിക്ക് പോകാം. എന്റെ കൂട്ടുകാർ ആരൊക്കെയാണ്, ആരുടെയെങ്കിലും പിറന്നാളുണ്ടായിരുന്നു, എന്താണ് ടീച്ചർ പഠിപ്പിച്ചത്, എന്താണ് പറഞ്ഞത്. സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്ക് മാറ്റപ്പെടുന്ന കുട്ടി, അവിടെ നിന്നും സ്കൂളിലേക്ക് മാറ്റപ്പെടുന്ന കുട്ടി വീണ്ടും തിരിച്ചു വരുന്നത് ഒരു പെട്ടിയുടെ അകത്തേക്കാണ്. അതായത് കരുത്തില് കുട്ടിക്ക് ആവശ്യം, കുട്ടി ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വേണം. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൊച്ചു കെട്ടിപ്പിടിച്ച് കരയണത് അമ്മേനെ തന്നെയാണ്. പോലീസ് വരുമ്പോഴും കുഞ്ഞ് കരയണത് അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എന്ത് പേര് പറയും? അവരെ കേൾക്കാനുള്ള സമയത്ത് നമ്മൾ അവരെ കേട്ടില്ലെങ്കിൽ നമുക്ക് അവരെ കേൾക്കാനായിട്ട് പിന്നെ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ ഉള്ളില് കുടുംബമായിരിക്കണം ലഹരി. ഇപ്പൊ 100 കേസുകൾ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 1000 കേസുകൾ പിടിക്കപ്പെടുമ്പോഴാണ് ഈ 100 എണ്ണം പുറത്തു വരുന്നത്. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികളെന്ന് പറയും അവരെപ്പോഴും ഏറെ പിടിച്ച് നടക്കുള്ളൂ. 8ാം ക്ലാസ് ആകുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന്, IAS കോച്ചിങ്ങിന് അവന് താങ്ങാനാവുന്നതിൽ കൂടുതൽ ഭാരം ആ കുട്ടികളെ മനസ്സിലേക്ക്